Hello, my dear children. Good morning. Today we are going to discuss about properties of solution. In the previous class, we discussed about solution and what are the examples for different types of solution. Okay. Today we are going to discuss about properties of solution. Children, first property, what it is? Yes, solution is a homogeneous mixture. We know that solution is formed from solute plus solvent. When solute is dissolving in solvent, we can get solution. Solution is a homogeneous mixture, that is solutions have uniform composition throughout. Okay. Second one, particles diameter less than 1 nanometer. The particles in the solutions are very small. The particle's size is very small in the solution, so its diameter is less than 1 nanometer. 1 nanometer equal to what it is? 10 raised to minus 9 meter. 1 nanometer equal to, yes, 10 raised to minus 9 meter, that is 1 by 10 raised to 9 meter. 1 by 10 raised to 9 meter. അതായത് ഒരു മീറ്ററിനെ 10 raised to 9 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് 1 ഉള്ള നമ്പറിനെ 10 raised to 9 എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുക, അത്രയും ചെറിയൊരു യൂണിറ്റ് ആണ് നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് വെരി സ്മോൾ യൂണിറ്റ്. ഓക്കെ, സോ the particle size is that much small in solutions. Okay, or the solution particles size is very small. Okay, that is less than 1 nanometer. നാനോമീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് വളരെ ചെറിയ യൂണിറ്റാണ്. ഒന്നിനെ നമ്മൾ 10 raised to 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ. 10 raised to 9 എന്ന് പറഞ്ഞാൽ എത്ര നമ്പറാണ്? അത്രയും ലാർജ് നമ്പറാണ് അല്ലേ, 10 raised to 9. അപ്പോൾ 1നെ 10 raised to 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അത്രയൊരു മൈന്യൂട്ട് നമ്പറാണ് കിട്ടുക. സോ ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. ആ നമ്പറിനേക്കാൾ ചെറുതായിരിക്കും പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വളരെ സൈസാണ്. വി കാൺ സീ വിത്ത് അവർ നേക്കഡ് ഐ. വി കാൺ സീ വിത്ത് അവർ നേക്കഡ് ഐ. ഓക്കെ, ദെൻ തേർഡ് വൺ, നോട്ട് വിസിബിൾ ദ പാത്ത് ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് solution particles size is very small, so they do not scatter the beam of light. When we pass the beam of light, that do not scatter the beam of light, so we can't see the path of light. Okay, ഇത്രയും വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആവുകൊണ്ട് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യാണ്, സൊല്യൂഷൻ കൂടെ ലൈറ്റ് പാസ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഡു നോട്ട് സ്കാറ്റർ. ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ ലൈറ്റിനെ സ്കാറ്റർ ചെയ്താലാണ് നമുക്ക് അത് കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ദ പാർട്ടിക്കിൾ സൈസ് ഈസ് വെരി സ്മാൾ ഇൻ സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് വൈ ദേ ഡു നോട്ട് സ്കാറ്റർ ദ ബീം ഓഫ് ലൈറ്റ്, സോ വി കാൺ സീ ദ പാത്ത് ഓഫ് ലൈറ്റ്. വി കാൺ സീ ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ സൊല്യൂഷൻസ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ, solutions are stable. The solute particles cannot be separated by the process of filtration, and the particles do not settle down when we left undisturbed. That is, solution is stable. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് ഫിൽട്രേഷൻ വഴി, അതായത് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? Then another one, when we പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ഇനി നമ്മളെ കുറച്ച് സമയം ഇളക്കാതെ വെക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോഴും എന്ത് ചെയ്യില്ല, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. നമ്മൾ സോൾവെൻറ്റിൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. സോ വെൻ വി ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്, ദാറ്റ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ഒരിക്കലും എന്ത് ചെയ്യില്ല, സെറ്റിൽ ഡൗൺ ആവില്ല. അപ്പോൾ അത്രയും മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽട്രേഷൻ വഴി വേർതിരിക്കാനോ അല്ലെങ്കിൽ അതിനെ ആ പാർട്ടിക്കിൾസിനെ വേറൊരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദാറ്റ് സൊല്യൂഷൻ ഇസ് എ സ്റ്റേബിൾ വൺ. Okay, it is a
It has stability, isn't it? Children, these are the properties of solution. Solution is a homogeneous mixture. Its particles diameter is less than 1 nanometer and we can't see the path of light because the size of the particle is very small, so it does not scatter the beam of light. Okay, last one, solutions are stable. We can't separate them by any process. So these are the properties of solution. Children, next we can check what is meant by concentration of solution. What is meant by concentration of solution? Children, from the diagram we can observe that solutions have different shades. So we understand that in a solution the relative proportion of the solute and the solvent can be varied. Depending upon the amount of solute present in a solution, it can be called a dilute, concentrated or a saturated solution. Dilute and concentrated are comparative terms. So, dilute means that solution, dilute solution having the amount of solute is less than the concentrated solution. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സൊല്യൂട്ടിൻ്റെ അളവ് കുറവായിരിക്കും, സോൾവെൻറ്റിൻ്റെ അളവായിരിക്കും എപ്പോഴും കൂടുതൽ. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ മീൻസ് ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ഹയർ ദാൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ, കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഓക്കെ children, in our textbook we can see one activity in the page number 16, activity 2.3. Take approximately 50 ml of water each in 2 separate beakers. Add salt in one beaker and sugar or barium chloride in the second beaker with a continuous stirring. When no more solute can be dissolved, heat the contents of the beaker to raise the temperature by about 5 degrees Celsius. Start adding the solute again. അതായത് നമ്മൾ 2 ബീക്കറിൽ 50 ml വാട്ടർ എടുക്കുകയാണ്. എന്നിട്ട് ഒന്നിൽ സാൾട്ടും ഒന്നിൽ ഷുഗർ അല്ലെങ്കിൽ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി. അപ്പോൾ അത് സൊല്യൂട്ടൊക്കെ നന്നായിട്ട് സോൾവെൻറ്റിൽ ഡിസോൾവായി. വെൻ നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്, അതായത് പിന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സൊല്യൂട്ട് എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യാതെ അടിയിൽ സെറ്റിലാവും. അതുവരെ നമ്മൾ എന്ത് ചെയ്യാണ്, സൊല്യൂട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ബീക്കറിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ആദ്യത്തെ ബീക്കറിൽ എന്താണ് സാൾട്ടാണ് ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സാൾട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏത് സ്റ്റേജ് വരെ, സാൾട്ട് ഡിസോൾവ് ആവാത്ത ആ സ്റ്റേജ് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ ആഡ് ചെയ്ത സാൾട്ട് ഡിസോൾവ് ആവണില്ല. അപ്പം നമ്മളൊന്ന് ചൂടാക്കി, ആ വാട്ടർ ഒന്ന് ചൂടാക്കി, ആ സൊല്യൂഷൻ ഒന്ന് ചൂടാക്കി അബൌട്ട് 5 ഡിഗ്രി സെൽഷ്യസ്, അതായത് 5 ഡിഗ്രി വരെ ചൂടാക്കിയപ്പോൾ നമ്മൾ ഡിസോൾവ് ആവാതെ കിടക്കുന്ന സാൾട്ട് കൂടി ഡിസോൾവ് ആവുന്നതാണ് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? When we heat the solution by 5 degrees Celsius and we can see the salt start to dissolve and we are adding some more salt to it. So at any particular temperature, a solution that has dissolved as much solute as it is capable of dissolving is said to be saturated solution. In other words, when no more solute can be dissolved in a solution at a given temperature, it is called a saturated solution. അതായത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂട്ട് ഡിസോൾവ് ആവില്ല, അത് അടിയിൽ സെറ്റിലാവും. ഡിസോൾവ് ആവാതെ നമ്മൾ എത്ര സ്റ്റയർ ചെയ്താലും അതിലെന്ത് ചെയ്യില്ല, ഡിസോൾവ് ആവില്ല. അപ്പോൾ ആ സൊല്യൂഷനാണ് പറയുക സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് അതിൽ ഇനി സാൾട്ട് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം അതിൽ സാൾട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ് ആവാതെ കിടക്കുകയുള്ളൂ ചെയ്യുക. സോ സച്ച് കൈൻഡ് ഓഫ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് വെൻ നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. നമുക്ക് തന്ന ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ ആഡ് ചെയ്ത സാൾട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി. ഇനി നമ്മൾ കൂടുതൽ ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ആവാതെ കിടക്കും. സോ സച്ച് സൊല്യൂഷൻ ഈസ് നോൺ ആസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ.
The amount of the solute present in the saturated solution at this temperature is called its solubility. അപ്പോൾ ഒരു 50 ml വാട്ടറിൽ ഒരു 10 ഗ്രാം സാൾട്ടാണ് ഡിസോൾവ് ആവുള്ളൂ. നമ്മൾ ചൂടാക്കി കഴിഞ്ഞാലും ഒരു 5 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കിയാലും ഒരു 11 ഗ്രാമാണ് ഡിസോൾവ് ആവണതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ സോലിബിലിറ്റി ഇത്രയാണെന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സോലിബിലിറ്റി പറയുന്നത്. If the amount of solute contained in a solution is less than the saturated level, it is called an unsaturated solution. അതായത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവുന്ന ആ ലെവൽ, അതിലും താഴെയാണ് നമ്മൾ സാൾട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതെന്താണ്, ഈസി ആയിട്ട് ഡിസോൾവ് ആവും അല്ലേ. സാച്ചുറേറ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ നമ്മൾ ആഡ് ചെയ്ത ആ സാൾട്ട് എന്താവില്ല, ഡിസോൾവ് ആവില്ല. അപ്പോൾ അതിലും താഴെ എമൗണ്ടിൽ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, സാൾട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഡിസോൾവ് ആവും. അതിനെ പറയുക അൺസാച്ചുറേറ്റഡ്. അതായത് ഇനി അതിലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്യാം, salt അല്ലെങ്കിൽ solute ആഡ് ചെയ്യാൻ പറ്റും. So that kind of solution we can known as unsaturated solution. Understand? So we can infer from the activity that different substances in a given solvent have different solubilities at the same temperature. അപ്പോൾ നമ്മൾ 3 കാര്യം പറഞ്ഞു. ഒന്ന് സാൾട്ട് ആഡ് ചെയ്തു, ഒന്ന് ഷുഗർ അല്ലെങ്കിൽ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണു. അപ്പോൾ ഈ 3 സാൾട്ട് എന്ത് ചെയ്യണില്ല, ഒരേപോലെ എന്താണ്, ഡിസോൾവ്. അതായത് സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 സബ്സ്റ്റൻസിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും. സാൾട്ടിൻ്റെ സോലിബിലിറ്റി പോലെ ആയിരിക്കില്ല ബേരിയം ക്ലോറൈഡിൻ്റെ, അതുപോലെ തന്നെ ആയിരിക്കില്ല ഷുഗറിൻ്റെ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ 3 സബ്സ്റ്റൻസിൻ്റെയും സോലിബിലിറ്റി എന്താണ്, ഡിഫറെൻ്റ് ആണ്. അത് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ നാച്ചർ ഓഫ് സൊല്യൂട്ട്. അത് സൊല്യൂട്ടിൻ്റെ നാച്ചറിനെ എന്ത് ചെയ്യും, സോലിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. The concentration of solution is the amount of solute present in a given amount of solution or the amount of solute dissolved in a given mass or volume of solvent. ഇനി നമ്മൾ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. The concentration of solution equal to amount of solute divided by amount of solution. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. അതായത് ഒരു ഗിവൺ എമൗണ്ടിലെ എമൗണ്ട് ഓഫ് സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ടാണ് ഡിസോൾവ് ചെയ്യണത്, അതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു amount of solute divided by amount of solution or amount of solute divided by amount of solvent. ഈ 2 രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്തുണ്ട്, മെത്തേഡ്സ് ഉണ്ട്. There are 2 ways of expressing the concentration of solution are mass by mass percentage of a solution and mass by volume percentage of a solution. Okay. Children, we learned that the concentration of solution, there are various ways of expressing the concentration of solution. Here we learned about 2 methods, or we are using 2 methods to calculate the concentration of a solution. First one, mass by mass percentage of a solution equal to mass of solute by mass of solution into 100. This is the first method. Second one, mass by volume percentage of a solution, that is calculated by mass of solute divided by volume of solution into 100. These are the 2 methods to calculate the percentage of a solution. In the first method we are using mass of solute and mass of solution. അതായത് സൊല്യൂട്ടിൻ്റെ മാസും സൊല്യൂഷൻ്റെ മാസും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഇൻ ദ സെക്കൻഡ് മെത്തേഡ് മാസ് ഓഫ് സൊല്യൂട്ടും വോളിയം ഓഫ് സൊല്യൂഷനും തന്നാൽ എന്ത് കണ്ടുപിടിക്കാം, പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ. ചിൽഡ്രൻ, we can do one example for calculating the concentration of a solution. Look here, I wrote one example. To make a saturated solution, 36 gram of sodium chloride is dissolved in 100 gram of water at 293 Kelvin.
Find its concentration at this temperature. Children, we want to calculate the concentration, the percentage of concentration of a solution. That is, we want to calculate the percentage of sodium chloride solution at 293 Kelvin. 293 Kelvin temperature le sodium chloride solution de concentration എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. So we are using here the equation mass by mass percentage of a solution. Mass by mass percentage of a solution, because here given the mass of solute and mass of solvent. അല്ലേ? ഇവിടെ നമുക്ക് sodium chloride, that is solute, that dissolve in water. So solvent is water. Here given the mass of solute and solvent. Solute inde massum solvent inde massum തന്നിട്ടുണ്ട്. So we are using the equation mass by mass percentage of a solution. Okay. Then first step, we will write the given details. First one, mass of solute. Mass of solute, that is sodium chloride. Mass of sodium chloride, that equal to 36 gram. That equal to 36 gram. Then mass of solvent. Mass of solvent, that is water, that equal to 100 gram. Okay. Therefore, mass of solution equal to what it is? Solution എന്ന് പറഞ്ഞാൽ എന്താ? Solute plus solvent ആണ് അല്ലേ? Mass of solution equal to mass of solute plus mass of solvent. അങ്ങനെയല്ലേ? First we want to calculate the mass of solution. Mass of solution means mass of solute plus mass of solvent. That equal to 36 plus 100. That is 136 gram. That is mass of solution. So first step is over. We calculated the mass of solution. Then what is the equation to calculate the percentage of a solution? The concentration of a solution, what it is? Yes. Therefore, concentration equal to what it is? What is the equation? Here we use mass by mass percentage of a solution. So, mass of solute divided by mass of solution into 100. This is the equation. So, we will give the values. Mass of solute, how much it is? Yes, 36. By mass of solution, how much it is? 136 into 100. 36 divided by 136 into 100. Its value is 26.47%. This is the answer for this problem. Okay. 36 divided by 136 into 100, that equal to 26.47%. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലെ ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് പറയാം? പെർസെൻറ്റേജിൽ എന്ത് പറയാം? ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 26.47 ആണ്. മനസ്സിലായില്ലേ? 100ൽ, അതായത് 100ൽ 36 gram ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 136 gram ആണ് സൊല്യൂഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലേ? ഇത് പറയുന്നത് അതിൽ എത്രത്തോളം സോഡിയം ക്ലോറൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത്? 26.47%. Okay, so we can calculate in this way the concentration of solution. Children, today we learned about properties of solution and concentration of solution. So you can ask your doubt at the time of discussion. Thank you. Have a nice day.